പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികളായ താങ്കൾക്ക് ഏറെ ഉപയോഗപ്രദമായ ദ ബെസ്റ്റ് എക്സാം റൈറ്റിംഗ് ടിപ്സ് ആണ് ഇനി ഒരു 10 വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ്. തിടുക്കത്തിൽ കേൾക്കേണ്ട വിഷയമല്ല കേട്ടോ. എല്ലാവരും തിടുക്കത്തിന്റെ ആളുകളാണ്. തിടുക്കത്തിൽ നമ്മൾ പോകരുത്. വളരെ ഭംഗിയായി പരീക്ഷ എഴുതുമ്പോൾ പ്രയോഗിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളെയാണ് 10 വീഡിയോയിലായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ബെസ്റ്റ് എക്സാം റൈറ്റിംഗ് ടിപ്സ് ആണ്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് വിഭാഗം സ്കൂൾ അഥവാ ഡിപ്പാർട്ട്മെന്റിലാണ് എന്ന് അറിഞ്ഞിരിക്കണം. ഈ വീഡിയോ പോസ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരു നോട്ട്ബുക്കും പേനയും എടുത്തു വച്ചോളൂ. നമുക്ക് വിശദമായി തന്നെ ഡിസ്കസ് ചെയ്യാം. ഒരു ആവറേജ് സ്റ്റുഡന്റിന് മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് എൻ്റെ ഡിസ്കഷൻ. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം മുതൽ PhD പ്രോഗ്രാം വരെ ഉള്ള എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഏറ്റവും നല്ല രീതിയിൽ A+ കരസ്ഥമാക്കാനുള്ള എക്സാം പ്രിപ്പറേഷൻ ടിപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ഒരുങ്ങണം. അതൊരു തയ്യാറെടുപ്പാണ്. നമ്മൾ സാധാരണ ഒരു യാത്രയ്ക്ക് ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവുമല്ലോ, 2 ദിവസം മുമ്പേ തയ്യാറെടുക്കുമല്ലോ. ഇത് 60 ദിവസം മുമ്പേ നമ്മൾ തയ്യാറെടുക്കുകയാണ്. പരീക്ഷ ഹാളിൽ പോയി ഇരിക്കുമ്പോൾ ചോദ്യമേ വാ ആ ഒരു ചിന്താഗതിയായിരിക്കണം. ഏത് ചോദ്യം വന്നാലും പുഞ്ചിരിയോടുകൂടി അതിനെ സമീപിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ടു ഗെറ്റ് A+, ടു ഗെറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് O, അതിന് വളരെ ശ്രദ്ധയോടുകൂടി തുടങ്ങണം. തുടക്കം വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. സത്യത്തിൽ നിങ്ങളാകുന്ന ഒരു വലിയ കൊട്ടാരം, ഒരു സൗധം, ഒരു കൊട്ടാരം. ആ കൊട്ടാരം ഈ ലോകത്ത് തലയെടുപ്പോടുകൂടി നിൽക്കണമെങ്കിൽ ആ കൊട്ടാരത്തിന്റെ അളവിന് ആനുപാതികമായ ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. ഫൗണ്ടേഷൻ മണ്ണിന് അടിയിലാണ്, പുറത്തതാരും കാണുന്നില്ല. തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഈ കൊട്ടാരങ്ങൾ നമ്മൾ ടൗണിൽ പോകുമ്പോൾ കാണാറില്ലേ? ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ പോകുമ്പോൾ തീപ്പെട്ടി അടുക്കി വെച്ചതുപോലെ വലിയ 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 കൊട്ടാരങ്ങളാണ്. പക്ഷെ അവയുടെ അത്രയും തന്നെ വലുപ്പത്തിൽ താഴെ ഭൂമിക്ക് അടിയിൽ അവയെ കോർത്തിണക്കി ചേർത്ത് വച്ചിരിക്കുകയാണ് ഫൗണ്ടേഷൻസ്. പണ്ടൊക്കെ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ അതല്ല, ഫൗണ്ടേഷൻ ആണ്. പല രീതിയിൽ ചങ്ങലക്കിട്ട് വച്ചിരിക്കുകയാണ്, പല രീതിയിൽ അവിടെ ബന്ധിതമാണ്. അതുപോലെ നിങ്ങൾക്ക് നല്ല ഫൗണ്ടേഷൻ ഇടണം. എത്ര ആനുപാതികമായും പൊക്കത്തിൽ ഉയരത്തിൽ നിങ്ങൾക്ക് എത്താം, അതനുസരിച്ചുള്ള ആനുപാതികമായിട്ടുള്ള ഫൗണ്ടേഷൻ, ആരും കാണാത്ത ഫൗണ്ടേഷൻ. എന്നിട്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് മനോഹരമായി നിങ്ങൾക്ക് നിൽക്കണം. പരീക്ഷയ്ക്കുള്ള ഒരുക്കവും അങ്ങനെ തന്നെയാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത്, വിവിധ വീഡിയോയിലായി 5-6 വിഷയങ്ങൾ ഓരോ മിനിറ്റിലും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധയോടുകൂടി എഴുതിയെടുക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ്. അത് ചെയ്താൽ താങ്കൾക്ക് ഗുണം കിട്ടും. ഒന്നാമത്തെ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്, എൻ്റെ ഈ വാക്കുകൾ 10 വീഡിയോയിലൂടെ താങ്കൾ പരമാവധി 1 മണിക്കൂർ സമയം ചെലവഴിക്കുന്നു. ഈ 10 വീഡിയോയിലൂടെ താങ്കൾ പരമാവധി 1 മണിക്കൂർ ചെലവഴിച്ചാൽ 2 മാസം കഴിഞ്ഞ് താങ്കളുടെ ഈ പരീക്ഷയ്ക്ക് പുഞ്ചിരിയോടുകൂടി താങ്കൾക്ക് പരീക്ഷ എഴുതാം. വളരെ പുഞ്ചിരിയോടുകൂടി, ആത്മാർത്ഥമായാണ് പറയുന്നത്, അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നത്. 28 കൊല്ലം ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 31 കൊല്ലം വിദ്യാഭ്യാസ മേഖലയിലും പ്രവർത്തിച്ചതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ കൃത്യമായി പറയുന്നത്. പ്യൂർലി സയന്റിഫിക് ആയുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് തരുന്നത്. ടു ഗെറ്റ് A+. സ്വാഭാവികമായും പരീക്ഷ എന്ന് പറയുന്നത് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിൽ നമ്മെ വിലയിരുത്തുകയാണ്. സംബഡി ഈസ് അസസിങ് അസ്.
ചിലർ നമ്മെ അസസ് ചെയ്യുകയാണ്. പക്ഷെ ഈ അസസ് ചെയ്യുന്നത് എത്ര തന്നെയാണെങ്കിലും ചിലപ്പോൾ ആയിക്കൊള്ളണമെന്നില്ല. അത് ശരിയാകണമെങ്കിൽ നമ്മൾ ചില സംഗതികൾ കൃത്യമായ സന്ദർഭത്തിൽ പ്രയോഗിക്കേണ്ടി വരും. വൈവാവോസി ഒരു ഷാർപ്പൻ 5 മിനിറ്റാണ്. ആ കീൻ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും, അപ്പോഴുള്ള ഒരു തെരച്ചിലും, അപ്പോഴുള്ള നിങ്ങളുടെ മനോഭാവം, ആ ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ്. പരീക്ഷ എന്ന് പറയുന്നത് ഒരു ജംഗ്ഷനിലെ, ഒരു ടൗണിലെ ഒരു ജംഗ്ഷനിലെ ഒരു സിഗ്നൽ പോസ്റ്റിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പുറത്ത് റോഡുണ്ട്, ഇപ്പുറത്ത് റോഡുണ്ട്, മുന്നിൽ റോഡുണ്ട്, ബാക്കിൽ റോഡുണ്ട്, വളഞ്ഞ് അങ്ങോട്ട് പോകാം, പച്ച മഞ്ഞ പല തരത്തിലുള്ള ചുവപ്പ്, പല തരത്തിലുള്ള സിഗ്നലുകൾ. അതില് വലത്തോട്ട്, ഇടത്തോട്ട്, നേരോട്ട്, നേരിൽ, ഇത്തിരി ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള സിഗ്നലുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ സിഗ്നലുകളിൽ നിന്നാണ് കൃത്യമായ ഡയറക്ഷനിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നല്ല പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകണം. ആ നല്ല പ്രാക്ടീസ് ചെയ്തത് പരീക്ഷ ഈ സന്ദർഭത്തിൽ ആ ഒരു കീൻ ടൈമിൽ, ചിലപ്പോൾ 2 മണിക്കൂർ, ചിലപ്പോൾ 3 മണിക്കൂർ, ആ 3 മണിക്കൂറിൽ നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ കൃത്യമായി ചില അടിസ്ഥാന വസ്തുതകൾ മനസ്സിലാക്കിയിരിക്കണം. അതിലെ ഒന്നാമത്തെ വസ്തുതയാണ് നിങ്ങൾക്ക് ക്ഷമ വേണം. തിടുക്കത്തിൽ ഒരിക്കലും കാണരുത്. ഞാൻ ഈ പറയുന്ന സംഗതികൾ ഓരോ ദിവസവും 3 മണിക്കൂർ ചെയ്താൽ മതി. ഓരോ ദിവസവും ഇനിയുള്ള 60 ദിവസം 3 മണിക്കൂർ വീതം ചെയ്താൽ ഞാൻ ഉറപ്പ് തരുന്നു, യു വിൽ ഗെറ്റ് A+. ഔട്ട്സ്റ്റാൻഡിങ് 75% കൂടുതൽ മാർക്ക് വാങ്ങിച്ചാലേ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള ഒരു 4ാം വർഷ ബിരുദത്തിലേക്ക് താങ്കൾക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ഇപ്പോൾ തന്നെ തയ്യാറാവുക. ഇതേ രീതിയിൽ തയ്യാറാകുക. ഒന്ന് ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ താങ്കൾക്ക് വളരെ എളുപ്പത്തിൽ ആയിരിക്കും. നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഏത് സ്കൂളാണ് എന്ന് മനസ്സിലാക്കണം. നമുക്ക് ആദ്യം കുറെ ചോദ്യ പേപ്പറുകൾ പരിചയപ്പെടാം. ഈ ചോദ്യ പേപ്പറുകൾ പരിചയപ്പെട്ട് ചോദ്യത്തിന്റെ ഘടനകൾ നമ്മൾ മനസ്സിലാക്കാം. ഇന്നത്തെ ഒന്നാമത്തെ വീഡിയോ ചോദ്യത്തിന്റെ ഘടനകൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമോ, ഒരു മീഡിയം ലെവലിലുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമോ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമോ, അതിൽ എന്തൊക്കെയാണ് ചോദ്യ പേപ്പറിന്റെ ഘടന, അത് കൃത്യമായി നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എങ്ങനെയൊക്കെ കുറിച്ചെടുക്കാം, എങ്ങനെയൊക്കെ നോട്ട് എഴുതാം, അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് പ്രയോഗിക്കാം, അങ്ങനെ 9 മറ്റു വീഡിയോസിൽ ഞാൻ കൃത്യമായി ചില വസ്തുതകൾ താങ്കളെ ധരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ശ്രദ്ധയോടുകൂടി തുടങ്ങാൻ, ആദ്യം നിങ്ങൾ ഏത് പ്രോഗ്രാമാണ് ചെയ്യുന്നത് എന്നറിയാമല്ലോ. ഈ വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോഗ്രാം ആണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ M.Com ആണെങ്കിൽ അത് പ്രോഗ്രാം ആണ്. MA ഇംഗ്ലീഷ്, MEG പ്രോഗ്രാം ആണ്. MA സോഷ്യോളജി, MSO പ്രോഗ്രാം ആണ്. MA എക്കണോമിക്സ്, MAEC പുതിയത്, MEC പഴയത്. അതുപോലെ തന്നെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലെ ഓണേഴ്സ് പ്രോഗ്രാം ആണെങ്കിൽ BEGH, BSOH, BECH, BPSH, BPAH, ഇതൊക്കെ അതിന്റെ. അതുപോലെ BAG, നോർമൽ BA, MBA, MBAHM, MBAOP, ചിലത് MS, BBA, BSCG, BSCM, BCOMG, BCOMF, BCOM, ഇങ്ങനെയെല്ലാം നമ്മൾ അതിന്റെ ഓരോ പ്രോഗ്രാം കോഡുകൾ മനസ്സിലാക്കി വെക്കണം.
ആ പ്രോഗ്രാം ഏത് ഡിപ്പാർട്ട്മെന്റിൽ അഥവാ ഏത് സ്കൂളിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കൃത്യമായി ഇനി എല്ലാം ആ റൂട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി എഴുതിയെടുത്തോളൂ. നമ്മൾ പറയുന്ന വസ്തുതകളെല്ലാം തന്നെ കൃത്യമായി നിങ്ങൾ എഴുതിയെടുക്കണം. എഴുതിയെടുക്കുമ്പോഴേ അതിൻ്റെതായിട്ടുള്ള ഭംഗി, അതിൻ്റെതായിട്ടുള്ള സത്യസന്ധത, അതിൻ്റെതായിട്ടുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇഗ്നോയുടെ ഹോം പേജ് www.igno.ac.in, അതിലെ രണ്ടാമത്തെ മെയിൻ ബാറിൽ, ടാസ്ക് ബാറിലെ ഡൗൺലോഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡൗൺലോഡ്സുകൾ വന്നു. അതിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അനലൈസിസ് ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ജൂൺ 23, നമുക്ക് താഴെ നിന്ന് തുടങ്ങാം. ഏറ്റവും അവസാനം കഴിഞ്ഞത് ഡിസംബർ 23, അത് ഇതിലേക്ക് കയറി വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഡിസംബർ 23 ചോദ്യ പേപ്പർ താങ്കൾക്ക് ലഭിക്കും. ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് തരുന്ന ഡിസംബർ, അതിലെ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡിലെ ഡിസംബർ 23 ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും കിട്ടും. ഇപ്പൊ നമ്മൾ ചോദ്യ പേപ്പറുകൾ പരിചയപ്പെടുന്നു. ജൂൺ എന്താണ് നമുക്ക് സൈറ്റിലുള്ളത് അത് പരിചയപ്പെടുകയും ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടി പരിശോധിക്കുമ്പോൾ ഡിസംബർ 23 നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ജൂൺ 20, അപ്പൊ നേരത്തെ നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ ഒരു 6 സെഷന്റെ പരീക്ഷ ഞാൻ ചോദ്യ പേപ്പർ പ്രാക്ടീസ് ചെയ്യും. ആ 6 സെഷൻ ചോദ്യ പേപ്പർ പ്രാക്ടീസ് ചെയ്താൽ തന്നെ യു ആർ ദി കിങ്. 8 വിഷയമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, 6 എണ്ണം വീതം, 48 പരീക്ഷ, 48 ദിവസം താങ്കൾ നോക്കിയാൽ ഞാൻ പറയുന്നു താങ്കൾ A+ന്റെ ഉടമയാണ്. ആദ്യത്തെ ഒരു 3 എണ്ണം 4 എണ്ണം താങ്കൾക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. പിന്നെ വളരെ 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 എളുപ്പത്തിലാണ്. പിന്നെ അവസാന ദിവസമെല്ലാം ഒരു സെഷനിൽ 8 എണ്ണവും നമുക്ക് സിമ്പിൾ ചെയ്യാൻ പറ്റും. കാരണം ആ ചോദ്യങ്ങളുടെ പാറ്റേണേ നമുക്ക് മനസ്സിലാകേണ്ടതുള്ളൂ. അതിന്റെ ചോദ്യം എന്നുള്ള ആ വസ്തുത, അത് സബ്ജക്റ്റിന്റെ വസ്തുത, കണ്ടന്റ്, അതിന്റെ വിശദീകരണം, അതെല്ലാം തന്നെ നമുക്ക് ഇഗ്നോയുടെ ബുക്കിലും ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയലിലും നമുക്ക് നേരത്തെ കിട്ടിയതാണ്. അപ്പൊ ആശയങ്ങൾ നമുക്ക് ഉണ്ട്. അത് എങ്ങനെ ഇനി പ്രതിഫലിപ്പിക്കണം എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിൽ. സോ ജൂൺ 23 ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലുള്ള എല്ലാം BAG, BComG, BSCG തുടക്കത്തിൽ ഇവിടെ കാണുന്നു. പിന്നെ സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ SOMS പെട്ടതാണോ? സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, എല്ലാറ്റിലെയും അങ്ങനെയാണ് വരുന്നത്. സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എല്ലാറ്റിലും തുടക്കത്തിൽ SO ഉണ്ട്, സ്കൂൾ ഓഫ്. അപ്പൊ മാനേജ്മെന്റ് സ്റ്റഡീസിൽ വരുന്നത് ഏതൊക്കെയാണ്? കൊമേഴ്സ്, അതുപോലെ നമ്മുടെ MBA, അങ്ങനെയുള്ളതെല്ലാം അതിന്റെ അകത്തേക്ക് വരുന്നു. സ്കൂൾ ഓഫ് എഡ്യൂക്കേഷന്റെ അകത്ത് എലിമെന്ററി എഡ്യൂക്കേഷൻ, B.Ed, അതുപോലെ BA എഡ്യൂക്കേഷൻ, MA എഡ്യൂക്കേഷൻ, M.Ed, PhD, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ, അതെല്ലാം അതിന്റെ അകത്തേക്ക് വരുന്നു. സ്കൂൾ ഓഫ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനിലാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. സംഭവം കേൾക്കുമ്പോൾ സയൻസ് ആണെന്ന് തോന്നും, പക്ഷേ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനിലാണ് ന്യൂട്രീഷൻ ആൻഡ് ചൈൽഡ് കെയർ, ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഇവന്റ് മാനേജ്മെന്റ്, ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാമിലെ ചിലത് ACC, ANC എന്നുള്ള പഴയ കോഡുകൾ അതിന്റെ അകത്താണ്. MSc ഡയറ്റിക് ആൻഡ് ഫുഡ് സർവീസ് മാനേജ്മെന്റ്, MA റൂറൽ ഡെവലപ്മെന്റ്, മാസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി, ഇതെല്ലാം ഇതിന്റെ അകത്താണ് വരുന്നത്. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷന്റെ ഉള്ളിലാണ് വരുന്നത്. പിന്നെ ഹെൽത്ത് സയൻസിന്റെ കൂട്ടത്തിൽ. അപ്പൊ നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ, നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡിൽ വ്യക്തമായി അക്കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ ഓർത്ത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലാണ് ഏറ്റവും കൂടുതൽ സംഗതികൾ വന്നിട്ടുള്ളത്. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, സ്കൂൾ ഓഫ് സയൻസ്, സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ, ഇങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്. ഞാനിപ്പോ ആദ്യമേ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമാകാൻ തുടക്കത്തിൽ ഇന്നത്തെ വീഡിയോയിലെ 3 സ്കൂളുകളെ പരിചയപ്പെടുത്തുന്നു. ഒന്ന് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലാണ് നമുക്ക് MCom,
BCom എന്നുള്ള കോഴ്സുകളല്ല. BComന്റെ എല്ലാം ഇവിടെ നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. സപ്പോസ് BCOC 131 ഞാൻ എടുക്കുന്നു. ആദ്യമായി കിട്ടിയത് BCOC 131. നിങ്ങളുടേത് ഏതാണ് അതുപോലെ എടുക്കുക. ആ എടുത്തതിന് ശേഷം നിർബന്ധമായും അതിന്റെ ഘടനയിൽ ഒരു കാര്യം മനസ്സിലാക്കുക. എത്ര പേജ് ഉണ്ടാവും എന്ന് തുടക്കത്തിൽ അത് തന്നിട്ടുണ്ട്. 100 മാർക്കാണ് എന്ന് പറയുന്നു. 3 മണിക്കൂറാണ്. അപ്പൊ 100 മാർക്ക് ആ 3 മണിക്കൂറിൽ ഞാൻ വാങ്ങണം. അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. 5 ചോദ്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 20 മാർക്ക്. ഓരോന്നിനും 20 മാർക്ക് വീതമാണ്. അപ്പൊ 5 എണ്ണമാണ്. എന്റെ കയ്യിൽ 3 മണിക്കൂർ അഥവാ 180 മിനിറ്റ് ആണ് ഉള്ളത്. 180 മിനിറ്റില് 5 ചോദ്യങ്ങൾ ഞാൻ എഴുതണം. ഈ 5 ചോദ്യങ്ങൾക്ക് എത്ര ചോദ്യങ്ങളാണ് എനിക്ക് ആകെ തരുന്നത് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒപ്പം തന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഉത്തരം ഇംഗ്ലീഷിൽ നമുക്ക് അതിന്റെ ട്രാൻസ്ലേഷൻ അറിയില്ലെങ്കിലും ചിലപ്പോൾ ഹിന്ദിയിൽ നോക്കിയാൽ നമുക്ക് കാര്യം മനസ്സിലാവും കേട്ടോ. അപ്പൊ 9 ചോദ്യങ്ങൾ തരുന്നു. ആ 9 ചോദ്യങ്ങളിൽ നിന്ന് 5 എണ്ണം എന്നുള്ളത് നിർബന്ധമായും നമ്മൾ ആദ്യം എത്ര ഔട്ട് ഓഫ് എത്ര 5 ഔട്ട് ഓഫ് 9 എണ്ണം തന്ന അപ്പൊ അതിന്റെ അകത്ത് ഒരുപാട് ചോയ്സസ് ഉണ്ട്. അത് ഒരു വലിയ ആശ്വാസമാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ചിന്തിക്കുക എന്താണെന്നറിയോ? അയ്യോ, ഈ 5 എണ്ണത്തിന്റെ ഏരിയ മാത്രം ഞാൻ പഠിച്ചാൽ മതിയോ? ഒരിക്കലും പോരാ. നമ്മുടെ പരമ്പരാഗത യൂണിവേഴ്സിറ്റിയിലാണ് അത്തരത്തിലുള്ള തരികിടകൾ പരിപാടികളൊക്കെ നടക്കുന്നത്. അവർ തന്നെ വന്നിട്ട് കോളേജിലെ അധ്യാപകർ വന്ന് രഹസ്യമായി ചെവിയിൽ മന്ത്രിച്ച് ഇന്ന ഏരിയ നന്നായി നോക്കൂ കേട്ടോ. കാരണം അത് സത്യമാണ്. അവർ പറയുന്ന ഏരിയയിൽ നിന്ന് മാത്രമേ ചോദ്യം വരികയുള്ളൂ. അവിടെ സ്കീം ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഞങ്ങളടക്കം ഇങ്ങനെ കുട്ടികളുടെ അടുത്തേക്ക് പറയുന്ന സംഗതികളുണ്ട്. ഇന്ന ഏരിയയാണ് കൂടുതൽ എന്നുള്ളത്. സ്കീം ഓഫ് വർക്ക് ഞങ്ങൾക്കൊരു ബുക്ക് തന്നെ തരും. കരിക്കുലത്തെ കാച്ചിക്കുറുക്കി സിലബസിനെ ഒന്നും കൂടി കാച്ചിക്കുറുക്കി സ്കീം ഓഫ് വർക്ക്. ഇക്കൊല്ലം ഇന്ന സ്കീമാണ് എന്നുള്ളത് പറയും. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ ഒളിച്ചു കളിക്കാനൊന്നുമില്ല. അതൊരു സത്യവുമാണ്. പക്ഷെ അങ്ങനെ ഒരു സ്കീം ഓഫ് വർക്ക് ഇഗ്നോയിൽ പ്രയോഗിക്കുന്നില്ല. ഇഗ്നോയിൽ അതെല്ലാം തന്നെ നമ്മൾ നോക്കണം എന്നാണ് ഞാൻ പറയുക താങ്കളോട്. കാരണം ഏത് ചോദ്യവും ഞാൻ തയ്യാറായി പരീക്ഷാ ഹാളിൽ പോയി നിൽക്കുമ്പോൾ ഏത് ചോദ്യം വന്നാലും എനിക്കെന്താ, ഞാൻ ഭംഗിയായി എഴുതും എന്നുള്ള ആ ഒരു തന്റെ ഇടത്തോടു കൂടി നമ്മൾ നിൽക്കുമ്പോൾ 100% ചോയ്സ് നമ്മുടെ മുൻപിൽ വരികയാണ്. 9 എണ്ണവും നമ്മൾ ചെയ്തിട്ട് ആ സന്ദർഭത്തിലുള്ളതിൽ നിന്ന് 5 എണ്ണം. അത് ആദ്യത്തെ 5 മിനിറ്റിൽ ഞാൻ ചോദ്യ പേപ്പർ നന്നായി വായിക്കും. എഴുതിയെടുത്തോളൂ. മൊത്തം ഇവിടെ ഉള്ളത് 180 മിനിറ്റ്. 180 മിനിറ്റിന്റെ പരീക്ഷ പേപ്പർ കിട്ടുന്നതിന് മുമ്പേ ആൻസർ സ്ക്രിപ്റ്റിൽ എന്റെ എൻറോൾമെന്റ് നമ്പർ, എന്റെ ഒപ്പ്, ഡേറ്റ്, ഏത് സബ്ജക്റ്റിന്റെ ഏത് വിഷയമാണ് ഞാൻ എഴുതുന്നത്, റീജിയണൽ സെന്ററിന്റെ സ്റ്റഡി സെന്ററിന്റെ പേര്, ഒപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞാൻ കൃത്യമായി നോക്കി ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ ചെയ്തു വെച്ചു. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയ ഉടനെ ഞാൻ 5 മിനിറ്റ് വായിക്കുന്നു. ഭംഗിയായി റിലാക്സ്, കൂൾ ആൻഡ് റിലാക്സ്. 5 മിനിറ്റ് ഞാൻ വായിക്കുന്നു. കയ്യിൽ പെൻസിലുമുണ്ട്. ഓക്കെ, 1, 4, 7, 6, 8, 3. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ ഈ 5 എണ്ണം ആദ്യമേ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ആ 5 എണ്ണത്തിൽ ഇനി എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അവിടെയാണ് ഇനി നമ്മൾ. അപ്പൊ 3 മണിക്കൂർ 180 മിനിറ്റ്, പരമാവധി വന്നാൽ 30 മിനിറ്റ് 30 മിനിറ്റ് 30 മിനിറ്റ് 30 മിനിറ്റ് 30 മിനിറ്റിൽ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണം. അപ്പൊ 5 ചോദ്യത്തിന് 2.5 മണിക്കൂർ. ഓക്കെ, 5 ചോദ്യത്തിനുള്ള ഉത്തരം 2.5 മണിക്കൂറിൽ ഞാൻ എഴുതും. അരമണിക്കൂറിൽ 5 മിനിറ്റ് നേരത്തെ അവിടെ പോയിട്ടുണ്ട്. ബാക്കി 25 മിനിറ്റ് എനിക്ക് റിസർവിൽ വെക്കാം. ആ 25 മിനിറ്റ് ആണ് നിങ്ങളുടെ തലവര തന്നെ മാറ്റുന്നത്. നിർബന്ധമായും അരമണിക്കൂറിൽ ഞാൻ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എഴുതിയിരിക്കും എന്നുള്ള അർത്ഥത്തിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട 1ാമത്തെ ചോദ്യം ഞാൻ വായിക്കുന്നു. വാട്ട് ഡു യു മീൻ ബൈ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൽസ്? അപ്പോ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൽസ്. ഓക്കെ, ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൽസ്. 10 മാർക്ക്. അപ്പൊ 20 മാർക്കിന്റെ ഒരു ചോദ്യത്തിന് ഇന്റേണൽ ചോയ്സസ് തന്നിരിക്കുന്നോ? ഇല്ല.
സബ് ഡിവൈഡ് ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ ഇന്റേണൽ ചോയ്സസ് അല്ല, സബ് ഡിവൈഡ് ആണ്. ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എ എന്നുള്ള ചോദ്യം, ബി എന്നുള്ള ചോദ്യം. എ എന്നുള്ള ചോദ്യത്തിന് 10 മാർക്ക്, ബി എന്നുള്ള ചോദ്യത്തിന് 10 മാർക്ക്. വാട്ട് ഡു യു മീൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്? നേരിട്ട് അതിന് 5 മാർക്കല്ല. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അത് വലിയ സംഗതിയാണ്. ചിലപ്പോൾ നേരത്തെ ഉള്ളതിന് ഒരു 3 മാർക്ക്, പിന്നെ ഉള്ളതിന് ഒരു 7 മാർക്ക്. അപ്പൊ എന്തായാലും എന്റെ അരമണിക്കൂറിൽ 15 മിനിറ്റിൽ ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതുന്നു. 15 മിനിറ്റിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതുന്നുവെങ്കിൽ ആദ്യത്തെ പാർട്ടിനെ ഞാൻ ഒരു 3 മിനിറ്റിൽ 5 മിനിറ്റിൽ ഉത്തരം എഴുതുന്നു. ബാക്കിയുള്ളത് ഒരു 10 മിനിറ്റിൽ ഞാൻ ഉത്തരം എഴുതുന്നു. എഴുതി കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു 4-5 ലൈൻ വിട്ടിട്ട് ഞാൻ അടുത്ത ചോദ്യത്തിന്റെ ടൈം ആകുമ്പോൾ ഉടൻ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം എഴുതും. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ റിലേറ്റഡ്, യെസ് അത് റിലേറ്റഡ്. അപ്പൊ നേരായി ഇടക്ക് വഴി, നമ്മൾ ഇടക്ക് സ്ഥലം വിട്ട ഭാഗത്ത് കൃത്യമായി നമുക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്? അരമണിക്കൂർ ഒരു ചോദ്യം, അതിൽ എ 15 മിനിറ്റ്, ബി 15 മിനിറ്റ്. 15 മിനിറ്റിലെ 3 മിനിറ്റോ 5 മിനിറ്റോ. കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അത് കഴിഞ്ഞു. വീണ്ടും ഒരു 3-4 വരി വിട്ടിട്ട് പെൻസിൽ കൊണ്ട് ഒരു വര വരച്ചു. ഞാൻ അടുത്ത ചോദ്യം എഴുതുന്നു. എന്റെ അടുത്ത ചോദ്യം 3ാമത്തെ ചോദ്യമാണ്. അപ്പൊ 3 എന്നുള്ളത് ഞാൻ എഴുതുന്നു. ഡിസ്കസ് ദ പ്രൊസീജിയർ ഓഫ് ലെഡ്ജർ ക്രിയേഷൻ ത്രൂ. ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്നു. 20 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. കണ്ണും പൂട്ടി ഫുള്ളായിട്ട് അരമണിക്കൂർ ഞാൻ അത് എഴുതണം. തുടക്കം കാർഡ് എല്ലാ കാർഡടച്ച് അങ്ങനെ വെടിവെക്കരുത്. മനോഹരമായി അതിനൊരു ആമുഖം. ഇനി ഞാൻ എഴുതാൻ പോകുന്നത് ഇന്നതാണ്, 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 ഇന്നതാണ്. ബുള്ളറ്റ് കൊടുത്ത് ഒരു 10 കാര്യങ്ങൾ. പിന്നെ അതിന്റെ വിശദീകരണം. ആ വിശദീകരണത്തിൽ ഡെഫിനിഷൻ, പ്രധാനപ്പെട്ട ഓദർ, പ്രധാനപ്പെട്ട ഫൗണ്ടർ, ഓദർ, അതുമായി ബന്ധപ്പെട്ട സയന്റിസ്റ്റ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൊമേഴ്സുമായി ബന്ധപ്പെട്ടത് ആരാണോ അദ്ദേഹം, ആ ഒരു ഫൗണ്ടറിന്റെ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ വീക്ഷണം, അദ്ദേഹത്തിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ പുസ്തകം, അതിനെപ്പറ്റിയുള്ള വിശദീകരണം. പിന്നെ അതിനെ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം, ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം, ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഒരു ട്രീ ഡയഗ്രമോ മേഘമോ കൊടുത്തു. പിന്നെ ഒന്നാമത്തതിന്റെ ഒരു ബുള്ളറ്റ് കൊടുത്തു, അത് എഴുതി അതിന്റെ പ്രധാനപ്പെട്ട സംഗതികൾ വിശദീകരണം, വിശദീകരണം, വിശദീകരണം. രണ്ടാമത്തെ പോയിന്റ് എഴുതി അതിന്റെ വിശദീകരണം, വിശദീകരണം. കൃത്യമായി അത് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചൊരു 75% ഒരു കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ 25 മിനിറ്റ് ആയി. ഒരു 5 മിനിറ്റും കൂടി ഞാൻ അതിനെ ഒന്നും കൂടി കാച്ചിക്കുറുക്കുന്നു. അങ്ങനെ ഞാൻ ഒന്ന് കാച്ചിക്കുറുക്കി. പിന്നെ ഇത് വീട്ടിൽ നമ്മൾ റഫായി ചെയ്യുന്നതാണ് ഈ ശീലങ്ങൾ. അരമണിക്കൂറിൽ ഞാൻ ഇത് എഴുതി തീർക്കണം. വീട്ടിൽ നമ്മൾ പരിശീലിക്കുകയാണ്. പബ്ലിക് ഫൈനൽ എക്സാമിനേഷന്റെ കാര്യമല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. നമ്മൾ ഇത് വീട്ടിൽ പരിശീലിക്കുന്നു. ഇങ്ങനെ ഓരോ സെഷനിലും ഓരോ ചോദ്യ പേപ്പർ എടുത്ത് അതിന്റെ ഉത്തരത്തിന് വന്നാൽ ഞാൻ എങ്ങനെയാണ് എന്ന് നമ്മൾ ഓരോന്ന് പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ച് ഓക്കെ, അപ്പൊ 20 അരമണിക്കൂർ കഴിഞ്ഞു. അതിന്റെ ഉത്തരത്തിലേക്കുള്ളത് എടുത്തി. ഇനി മറ്റൊരു സംഗതി, ഞാൻ അടുത്തത് ഞാൻ ഇനി എടുക്കുന്നത് 7ാമത്തെ ചോദ്യമാണ്. 7ാമത്തെ ചോദ്യം എടുക്കുമ്പോഴും ഇതേപോലെ തന്നെ 20 മാർക്കിന്റെ ഒരു സംഗതി. അപ്പൊ അതിനെ ഞാൻ എങ്ങനെയാണ്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ എസ്സേ ടൈപ്പിലാണ് വരുന്നതെങ്കിൽ ആകർഷണീയമായ സബ് പോയിന്റുകളെ, ടേബിൾസ്, ട്രീസ് ഒക്കെ വരച്ച് അതിനെ ലഘൂകരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ചുരുക്കത്തിൽ ഇനി അങ്ങനെ ഞാൻ 9ാമത്തെ ചോദ്യത്തിൽ, എന്റെ 5ാമത്തെ ചോദ്യത്തിലേക്ക് എത്തുന്നു. ഞാൻ സമയം നോക്കുമ്പോൾ ഇനിയും എനിക്ക് 48 മിനിറ്റ് ഇനി എനിക്ക് ആകെ ഉള്ളൂ. അരമണിക്കൂറിൽ ഇപ്പോൾ തന്നെ 20 മിനിറ്റ് പോയി കഴിഞ്ഞു. ഇനി ആകെ എന്റെ കയ്യിൽ ഈ 30 മിനിറ്റിൽ ഞാൻ എന്തായാലും ഇത് പൂർത്തിയാക്കണം. റൈറ്റ് എക്സ്പ്ലനേറ്ററി നോട്ട്സ് ഓൺ ഫോളോയിങ് എന്ന് പറഞ്ഞു. ടാലി ആൻഡ് ഇറ്റ്സ് കോമ്പണൻസിനെ പറ്റി, പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്സ്. ഇതിൽ ഇന്റേണൽ ചോയ്സസ് ഒന്നുമില്ല, ഈ 2 എണ്ണം. അപ്പൊ 10 മാർക്ക് വീതമാണ്. അപ്പൊ എ എന്നുള്ളതിനെ പറ്റി ഞാൻ വിശദീകരണം കൊടുക്കുന്നു, ബി എന്നുള്ളതിനെ പറ്റി വിശദീകരണം കൊടുക്കുന്നു. 25 മിനിറ്റിൽ തീർന്നു. അവശേഷിക്കുന്ന 20 മിനിറ്റ് എന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഞാൻ എല്ലാം ഒന്നും കൂടി ഒന്ന് ഭംഗിയായിട്ടൊന്ന് നോക്കുന്നു. ആ ഒഴിവുള്ള ഭാഗത്ത് കുറച്ചും കൂടി ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഒരു ചോദ്യം ഞാൻ ഇങ്ങനെ പരിശീലിക്കുമ്പോൾ എനിക്ക് 3 മണിക്കൂർ എന്നുള്ളത് ഒരു 3.5 മണിക്കൂർ ഒക്കെ തുടക്കത്തിൽ വന്നു. രണ്ടാമത്തത് ഒരു 3 മണിക്കൂർ എന്നുള്ളത് ഒരു 3.25 മണിക്കൂറായി. പിന്നെ ഒരു 3 മണിക്കൂറിലായി. പിന്നെ ഒരു 3.25 മണിക്കൂറായി. അങ്ങനെ ചോദ്യ പേപ്പറുകൾ പരസ്പരം നമ്മൾ പരിചയപ്പെട്ട് വരേണ്ടതാണ്. മറ്റൊരു ഉദാഹരണത്തിൽ ഇപ്പോൾ ടൈം ഏകദേശം നമുക്ക്
നമുക്ക് നല്ലൊരു സമയം 24 മിനിറ്റ് നമുക്ക് ഇപ്പോൾ വീഡിയോയിൽ പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു സംഗതിയും കൂടി ഞാൻ ഒരു പ്രാക്ടീസിന് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഇനി അടുത്ത ചോദ്യം നമുക്ക് ഏതെടുക്കാം? ഒരു സയൻസിലെ ഒരു കുട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ MSc CFT വളരെ തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, MSc സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ, സ്കൂൾ ഓഫ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനിലെ MSc CFTയുടെ കോഴ്സസിലെ ഒരെണ്ണത്തിന് നമുക്ക് മനോഹരമായി പോകാം. സപ്പോസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ഫാമിലി റിലേഷൻഷിപ്പിലെ ഇതിന്റെ മൊത്തം 3 പേജാണ് അതിലുള്ളത്. 3 മണിക്കൂർ, 100 മാർക്ക്, 5 ക്വസ്റ്റ്യൻ, 600 വേർഡ്. ഒരു പേജിൽ പരമാവധി 100 വാക്കുകൾ, ഒരു പാരഗ്രാഫ് പോലെ. അപ്പൊ 6 പേജ് വരത്തക്ക രൂപത്തിൽ ആ തരുന്ന ബുക്ക്ലെറ്റിന്റെ അകത്ത് ഞാൻ എല്ലാം തീർത്തിരിക്കണം. അഡീഷണൽ പേപ്പേഴ്സ് ഒന്നും വാങ്ങാനില്ല. മൊത്തം എന്റെ കയ്യിൽ ഇവിടെ 5 എണ്ണമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. മൊത്തം ഇവിടെ 9 ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. 9 ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പരിചയപ്പെട്ടതിൽ ഇതിൽ വന്നുള്ളത് 9ാമത്തത് ബഹുഭൂരിപക്ഷവും ഇങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ 5-6 ചോദ്യ പേപ്പറുകൾ മനസ്സിലാക്കിയതിൽ ഓക്കെ, ഈ 5 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം എഴുതാൻ വേണ്ടി പറഞ്ഞു. റിട്ടയർമെന്റിനെ പറ്റി എഴുതാം, ജനറേഷൻ ഗ്യാപ്പിനെ പറ്റി എഴുതാം, നേച്ചർ വേഴ്സസ് നർച്ചറിനെ പറ്റി നമുക്ക് എഴുതാം, കളക്റ്റീവ് അൺകോൺഷ്യസിനെ പറ്റി എഴുതാം, മാട്രിലീനിയൽ ഫാമിലിയെ പറ്റി എഴുതാം. ഓക്കെ, ഇതിൽ എനിക്ക് ഈ 5 എണ്ണത്തെ പറ്റി അല്ലെങ്കിൽ ഈ 4 എണ്ണത്തെ പറ്റി എഴുതാം. റിട്ടയർമെന്റിനെ പറ്റി എഴുതാം, ജനറേഷൻ ഗ്യാപ്പിനെ പറ്റി എഴുതാം, കളക്റ്റീവ് അൺകോൺഷ്യസിനെ പറ്റി എഴുതാം, നേച്ചർ വേഴ്സസ് നർച്ചർ എന്നുള്ളതിനെ പറ്റി എഴുതാം. പക്ഷെ എനിക്ക് മാട്രിലീനിയൽ ഫാമിലിയെ പറ്റിയും അറിയാം. ഓക്കെ, അങ്ങനെ ഓരോന്നിനും 5 മാർക്ക് 9 എന്ന നമ്പർ കൊടുത്തു. 1 എന്നുള്ളത് എഴുതി. ആദ്യത്തെ അരമണിക്കൂറിലാണ് ഞാൻ ഇത് 1 എഴുതേണ്ടത്. അരമണിക്കൂറിൽ ഞാൻ 1 എഴുതുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോന്നിന് 7 മിനിറ്റ് 5 മിനിറ്റിൽ തന്നെ എനിക്ക് 1 എഴുതാൻ പറ്റി. ഇപ്പൊ 7 മിനിറ്റിൽ 1 എഴുതാൻ പറ്റി, 9 മിനിറ്റിൽ 1 എഴുതാൻ പറ്റി, അവശേഷിക്കുന്ന സമയത്തിൽ 1 എഴുതാൻ പറ്റി. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞാൻ ഒരെണ്ണവും കൂടി ആ അരമണിക്കൂറിൽ ഉള്ളത് എനിക്ക് 25 മിനിറ്റിൽ തന്നെ ഇത് എഴുതാൻ പറ്റി, അല്ലെങ്കിൽ 20 മിനിറ്റിൽ ഇത് എഴുതാൻ പറ്റി. ഒരെണ്ണവും കൂടി ഞാൻ അധികം എഴുതുന്നു. ഒരു തെറ്റുമില്ല സുഹൃത്തുക്കളെ. 4 എണ്ണം എഴുതാൻ പറഞ്ഞതിൽ 5 എണ്ണം എഴുതിയാലും ഒരു തെറ്റില്ല. അപ്പോൾ ഈ 9ാമത്തെ ചോദ്യത്തിൽ ഉത്തരം തരുന്നതിൽ 1ാമത്തേതിന് ചിലപ്പോൾ 5 മാർക്കിന് 3 മാർക്കേ കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ. 2ാമത്തേതിന്റെ ചിലപ്പോൾ ഒരു 4 മാർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നേച്ചർ വേഴ്സസ് നേഴ്സസിന് ചിലപ്പോൾ ഒരു 5 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. എഴുതണ്ട എന്ന് വിചാരിച്ച് പിന്നീട് ഞാൻ എഴുതിയതിന് ചിലപ്പോൾ എനിക്ക് 4 മാർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ ഞാൻ 5 എണ്ണവും ഞാൻ എഴുതിയപ്പോൾ അതിൽ മാർക്ക് കുറഞ്ഞ ആ 3 മാർക്ക് ഉള്ളതിനെ മാറ്റിയിട്ട് ബാക്കിയുള്ള 4 എണ്ണത്തിനും ഉള്ള മാർക്ക് കിട്ടും. ആ 1 മാർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ അധികം പണിതെടുത്തു സുഹൃത്തുക്കളെ. അങ്ങനെയാണ് ഞങ്ങളൊക്കെ BSc മാത്സ് പഠിച്ചപ്പോൾ 75-ൽ 75 മാർക്കും ഞങ്ങൾ വാങ്ങിച്ചത്. 6 പേപ്പറിലെ 75-ൽ 75 മാർക്ക്, 125 മാർക്കിന്റെ ചോദ്യങ്ങൾ വരും. 120 മാർക്ക് 110 മാർക്കിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ എഴുതി വെക്കും. അവസാനം ഞങ്ങൾക്ക് മാക്സിമം മാർക്കായ 75 എന്നുള്ള മാർക്ക് BSc മാത്സുകാർ വാങ്ങിച്ചു കൂട്ടുന്നതിന്റെ രസം നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവില്ലല്ലോ. പരമാവധി എഴുതുക. സ്പീഡ് ആൻഡ് അക്യുറസി എന്നുള്ളത് അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ ഒരു ചോദ്യം എനിക്കെടുത്ത്, ഡിസ്കസ് എനി 5 മിഡ് ലൈഫ് ഇഷ്യൂസസ് ഓഫ് ഇന്ത്യൻ ഫാമിലീസ്. മിഡ് ലൈഫ് ഇഷ്യൂസസ് എന്ന് പറയുന്നത് ജീവിതഘട്ടത്തിന്റെ ഒരു മധ്യാഹ്നത്തിൽ സംഭവിക്കുന്ന 5 സുപ്രധാനമായ ഇഷ്യൂസസ്. അതിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വളരെ നന്നായി അറിയാം. ഹെൽത്ത് ഇഷ്യൂസസ്, അതുപോലെ തന്നെ ജോബ് ഇഷ്യൂസസ്, മിഡ് ലൈഫിലാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. മാരിറ്റൽ ഇഷ്യൂസസ് സംഭവിക്കാം, മൈഗ്രേഷൻ ഇഷ്യൂസസ് സംഭവിക്കാം. ഇതെല്ലാം നമുക്ക് ഇതിൽ 5 എണ്ണത്തിനെയാണ് എഴുതാൻ. 4 എണ്ണം ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഒരെണ്ണം താങ്കളും കൂടി എഴുതൂ. ഫാമിലി റിലേഷൻഷിപ്പ് ഒരു വല്ലാത്ത ഒരു ഇഷ്യൂ ആണ്. കോർത്തിണക്കുക, സംഘടിപ്പിക്കുക, സംഘാടനം നടത്തുക. ഓർഗനൈസേഷൻ ഓഫ് ഫാമിലി എന്ന് പറയുന്നത് മിഡ് ലൈഫിലാണ്. അപ്പോഴായിരിക്കും പുതിയ ഒരു ഈ പാരന്റൽ ഫാമിലിയും മാരിറ്റൽ ഫാമിലിയും തമ്മിലുള്ള ഒരു കോറിലേഷൻ, പോസിറ്റീവ് കോറിലേഷൻ റിലേഷൻഷിപ്പ് നടത്തേണ്ട ഒരു സന്ദർഭമാണ്. അതിനെപ്പറ്റി 5 കാര്യങ്ങൾ ഞാൻ 5 എണ്ണത്തിൽ കൃത്യമായി 5 പോയിന്റ് ആയിട്ട് ഞാൻ എഴുതിയപ്പോൾ വർണ്ണാഭമായി എഴുതാൻ എനിക്ക് കഴിഞ്ഞതിൽ. അപ്പൊ അത്തരത്തിലുള്ള പരിശീലനങ്ങൾ നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് ഗുണം കിട്ടും. സോ നമ്മൾ പരമാവധി ചോദ്യ പേപ്പറുകൾ കളക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി താങ്കളുടെ അടുത്തേക്ക് വരികയാണ്. എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ഇഗ്നോയുടെ ഹോം പേജ്
ഹോം പേജിലെ ഡൗൺലോഡ്സിലെ ലെഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഏത് കൊല്ലം, അതിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, നമ്മുടെ സ്കൂൾ ഏതാണ്, ആ സ്കൂളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ചോദ്യ പേപ്പർ, സപ്പോസ് ഇവിടെ IBO 1 MCOMന്റെ 2ാം വർഷത്തിലുള്ള പേപ്പർ IBO 1 ഞാൻ ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെച്ചു. അങ്ങനെ ഒരു 6 സെക്ഷനിൽ നിന്ന് 6 ചോദ്യ പേപ്പർ ഞാൻ എടുത്തു വെച്ചു. പിന്നെ IBO 4ന്റെ, MCO 3ന്റെ, MCO 5ന്റെ, MCO 24ന്റെ ആ ചോദ്യ പേപ്പറുകളെല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. പറ്റുകയാണെങ്കിൽ അതിന്റെ പ്രിന്റ് ഞാൻ എടുത്തു വെച്ചു. ആ പ്രിന്റ് എടുത്ത് ഞാൻ പിന്നീട് ഇത്തരത്തിലുള്ള പുസ്തകവുമായി, പ്രത്യേകിച്ച് ഇഗ്നോയുടെ പുസ്തകം ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് താങ്കൾ വാങ്ങിച്ചിട്ടില്ലേ? ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനില് അതിൽ ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഫോം പൂരിപ്പിച്ച് താങ്കൾ ഉടനെ അയക്കുക. കേവലം 5 ദിവസം കൊണ്ട് താങ്കളുടെ അടുത്തേക്ക് സൂപ്പർ റെഫറൻസ് മെറ്റീരിയൽ ലഭിക്കുന്നു. 100% മാർക്ക് അഷ്വർ ചെയ്യാം എന്നുള്ളത് താങ്കൾ ഉറപ്പ് വരുത്തുക. A+ ഔട്ട്സ്റ്റാൻഡിംഗ് മാർക്ക് ലഭ്യമാക്കാനുള്ള നല്ല മന്ത്രമാണ് പറയുന്നത്. പരീക്ഷ എഴുതുമ്പോൾ ഇവ പ്രയോഗിക്കണമെങ്കിൽ ബെസ്റ്റ് എക്സാമിനേഷൻ റൈറ്റിംഗ് ടിപ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ശ്രദ്ധയോടുകൂടി വളരെ മനോഹരമായി തുടങ്ങുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ നോട്ട് എഴുതുന്നത്, ഹൗ ക്യാൻ വി ക്യാൻ മേക്ക് ദ നോട്ട്, ദാറ്റ് മീൻസ് നോട്ട് മേക്കിംഗ് എന്നുള്ളതിനെ പറ്റി മനോഹരമായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.